പോക്കോയുടെ പോക്കോ C65 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ C65 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പോക്കോ C65 6.74 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോൺ 9100 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ചില ഫോണുകളിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 നിറ്റ്സ് ആണ്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 192 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.09 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലാക്ക്, ബ്ലൂ, പർപ്പിൾ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 9100 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. അപ്പോൾ നല്ലൊരു പ്രോസസ്സറൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ 6GB റാമും 128GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അപ്പം ആ ഒരു കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് 9100 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇത് കൂടാതെ 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. 5G സപ്പോർട്ടൊന്നും വരുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടേ വരുന്നുള്ളൂ. LPDDR4Xൻ്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ഈ ഫോണിൽ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും ഇതിൽ വരുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓൺ പേപ്പർ തിരക്കേടില്ലാത്തൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പോക്കോ C55 ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇല്ലായിരുന്നു. അപ്പം ഇത് ഒരു അപ്ഗ്രേഡൊക്കെ തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ 6GB റാം വെർഷൻ്റെ വില വരുന്നത് $129 ആണ്. അതായത് 10700 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഇനീഷ്യലി ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനീഷ്യലി $109 എന്ന പ്രൈസിങ്ങിൽ ഈ ഫോൺ ലഭിക്കുന്നതായിരിക്കും. അതായത് 9100 രൂപ പ്രൈസ് റേഞ്ചിൽ. അതുപോലെ തന്നെ 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ ഓഫറിൽ $129 എന്ന പ്രൈസിങ്ങിൽ ലഭിക്കുന്നതായിരിക്കും. അതായത് 10700 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇനി ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പം വില കുറച്ചും കൂടിയൊക്കെ കുറയാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ചില റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പം ഒരു 8500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും പോക്കോയുടെ C65 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.